സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കുന്നത് കണ്ടാലോ നമുക്ക്. അടിപൊളി. അത്ര വലിപ്പമില്ലാത്ത ചെറിയ സബോള, പച്ചമുളക് ഉണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പല, ഒരു ചെറിയൊരു പീസ് ബേ ലീഫ്, പിന്നെ ഇത് 2 ആ പൂവിൻ്റെ ഉണ്ടല്ലോ, പേര് മറന്നുപോയി പെട്ടെന്ന്. അപ്പം ഇതിൻ്റെ ഒരു ഇതള്, 2 കരയാമ്പൂ, 2 ഏലക്ക, ഒരു കഷ്ണം കറുവപ്പട്ട കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് മൂപ്പിക്കണം കേട്ടോ. അതൊന്ന് പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കാം കേട്ടോ. അധികം ഈ പരുവാകുമ്പോൾ നമുക്കധികം മൂക്കണ്ട. ആ സബോള സ്ലൈസായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇടണം കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ 2-3 വേപ്പലയും കൂടി ഇട്ടിട്ടുണ്ട്, കാരണം ഒരു പ്രത്യേക സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതെല്ലാം നമുക്കിനി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള മുട്ടക്കറി കിട്ടും കേട്ടോ. നമുക്ക് തേങ്ങയും വേണ്ട, തേങ്ങാപ്പാൽ വേണ്ട. നമുക്കിതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് നല്ല അപ്പം കൂട്ടി കഴിക്കാനായിട്ട് മുട്ടക്കറി നമുക്ക് റെഡിയാക്കാം കേട്ടോ. പാടാൻ വേണ്ടിയിട്ട് ഞാൻ കല്ലുപ്പിൻ്റെ വെള്ളം ആണ് ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ കല്ലുപ്പ് ഡയറക്റ്റ് ഇടാറില്ല, വെള്ളമാണ് ചേർത്തത്. അത് ഞാൻ പിന്നെ വീഡിയോ ഇടാം കേട്ടോ. ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കാം. കല്ലുപ്പിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. നമുക്കിതാ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് 1 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇടാം കേട്ടോ. 1 സ്പൂണ് ചിക്കൻ മസാല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിതാ ഇതിലേക്ക് വെള്ളം ഒഴിക്കണത് കാണിച്ചില്ല അല്ലേ, ഞാൻ വിട്ടുപോയി വെള്ളം ഒഴിക്കണത്. ചൂടുവെള്ളമാണ് ഒഴിക്കണത്, തിളച്ച വെള്ളം ഒഴിക്കണേ കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് നമുക്കതിന് കറി റെഡിയായി വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മുട്ടയിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇതാ തിളച്ച് റെഡിയായിട്ടോ. ഇതാണ് നമ്മുടെ അടിപൊളി മുട്ടക്കറി. മുട്ട 2ആയി പിളർന്നിട്ടാണ് ഇടേണ്ടത് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ മുട്ടക്കറി ഇതാ പകർത്തുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മുട്ടക്കറി. അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കണം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി, അപ്പത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റണ, അത്യാവശ്യം ഗ്രേവിയും ഒക്കെ കൂടിയിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.